ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവർക്ക് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ നിങ്ങളോട് ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർ നിങ്ങളെ സ്പൈ ചെയ്യുകയാണ്. എക്സ്പെഷ്യലി ഇവർ നിങ്ങളുമായിട്ട് ഫിസിക്കലി കാണുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങളെ നേരിട്ട് കാണുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. ഒന്നുകിൽ വീഡിയോ കോൾ ത്രൂ, അല്ലെങ്കിൽ നേരിട്ട് എവിടെയെങ്കിലും നിങ്ങളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ഇവർ ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും ഒരു ജസ്റ്റിസ് ഇവർ നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുവാൻ പ്ലാൻ ചെയ്തതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം ഫുൾ മൂൺ ആണ്. ഫുൾ മൂണിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സിൻ്റെ വൈബ്രേഷൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി വളരെ റൊമാൻറ്റിക് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഭയങ്കരമായിട്ട് ഫീലിങ്സ്, പാഷൻ, ലവ്, റൊമാൻറ്റിക്, കെയറിങ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജി. ഇവരുടെ ഇമോഷൻസിൻ്റെ മേൽ ഇവർക്ക് ഒരു കൺട്രോളും ഇല്ലാത്തതുപോലെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി നിങ്ങളോട് പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സ് നിങ്ങളിൽ നിന്ന് ദൂരെയാണ് എങ്കിൽ ഇവർ ഒട്ടും തന്നെ സന്തോഷമായിട്ടല്ല ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ വളരെയധികം ദുഃഖത്തിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന എനർജി നോക്കുമ്പോൾ. ഇവരുടെ ലൈഫിലുള്ള എല്ലാ സിറ്റുവേഷനും, അതായത് എല്ലാ മോശമായ സിറ്റുവേഷനിൽ നിന്നും ഒരു റിലീസാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ട് വളരെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ അങ്ങനെയല്ല, ഇവർ വളരെയധികം ദുഃഖത്തിലാണുള്ളത്. നിങ്ങളുടെ പേഴ്സൺ ആ സിറ്റുവേഷനിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു വരുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ് തരുവാൻ പോകുന്നത്. ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, അതായത് ഇവരുടെ ലൈഫിൽ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഒത്തിരി ഇവർക്ക് ഉണ്ട്. ഇവർ അത്രയും മാത്രം ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയാണ് എന്നാണ്. ഇവരുടെ മേൽ എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായെന്ന് കാണും, ഫാമിലി ഇഷ്യൂ ഉണ്ടായെന്ന് കാണും, ഇതൊക്കെ ഇവർ ഫേസ് ചെയ്യുന്നുണ്ടായെന്ന് കാണും. പക്ഷേ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം ഇവർ പുറത്ത് വന്നിരിക്കുകയാണ്. ഇനി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇവർ ആക്ഷൻ എടുക്കുന്നതാണ് എന്നാണ് ഇവർ തരാൻ പോകുന്ന മെസ്സേജ് നിങ്ങൾക്ക്. അതായത് സഡൻ ആയിട്ട് ഇവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുഡ് ന്യൂസ് തരികയാണ്. ഇവർക്ക് ജോബ് ഇല്ല എന്ന് പെട്ടെന്ന് ജോബ് കിട്ടി, ഇല്ല എങ്കിൽ ഇവരുടെ വീട്ടിൽ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്രോതസ് ഓപ്പൺ ആയിട്ടുണ്ട്. അത് കാരണം ഇവർക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. നിങ്ങളോട് ആ ഒരു ഗുഡ് ന്യൂസ് ഇവർ പറയുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഫൈനാൻഷ്യലി എന്ത് ഗുഡ് ന്യൂസ് ആണോ നിങ്ങൾക്ക് തരാൻ പോകുന്നത്, അതിനുശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടുതൽ നല്ലത് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സ്ട്രോങ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ ഇവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി. ഇനി ഇവർക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവർ എന്ത് എയിമാണോ വച്ചിരുന്നത് അത് ഇവർ അച്ചീവ് ചെയ്തു. അപ്പോൾ കുറേ ആൾക്കാരുടെ പേഴ്സിൻ്റെ മെസ്സേജ് ഇതായിരിക്കും, അതായത് അവരുടെ ലൈഫിൽ ഒരു ഗുഡ് ന്യൂസ് അവർക്ക് അച്ചീവ് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ള മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, ഇവരുടെ ലൈഫിൽ ഇവരുടെ ഫാമിലിക്കാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് റോൾ കൊടുക്കുന്നത് എന്നാണ്. ഏതവസ്ഥയിലായാലും ഇവർ ഒരിക്കലും ഇവരുടെ ഫാമിലിയെ വിട്ട് കളയത്തില്ല. പക്ഷേ ഫാമിലിയുടെ കൂടെ തന്നെ നിങ്ങൾക്കും ഒരു സ്ഥാനം ഇവർ തന്നിട്ടുണ്ട് എന്നാണ് ഇവർ നിങ്ങൾക്ക് തരാൻ പോകുന്ന മെസ്സേജ്. നിങ്ങൾക്ക് വേണ്ടി ഇവർ സ്റ്റാൻഡ് എടുക്കുന്നതാണ്, ഫാമിലിയോട് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതാണ് നിങ്ങളുടെ കാര്യം പറഞ്ഞ്. ഇവർ നിങ്ങളെ ഇവരുടെ ഫാമിലിയുടെ ഒരു പാർട്ടാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ടാണ് ഉള്ളത് നിങ്ങളിൽ. മെസ്സേജ്, ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്പൈ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവരുടെ ഉള്ളിൽ ഈഗോയോ ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് നടന്നിട്ടുണ്ടെങ്കിലോ ഇവർ അതിന് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവരുടെ ഭാഗത്താണ് തെറ്റ് എങ്കിൽ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവർ നിങ്ങളെ ഒത്തിരി സ്പൈ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇവർ സ്പൈ ചെയ്യും, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് മുഖേന നിങ്ങളെ സ്പൈ ചെയ്യും. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങളെക്കുറിച്ച് ചോദിക്കുക, നിങ്ങളിപ്പോൾ എവിടെയാണ്, നിങ്ങൾ ആരോട് സംസാരിക്കുന്നു, നിങ്ങളുടെ ഇപ്പോഴത്തെ എന്താണ് അവസ്ഥ, നിങ്ങളുടെ സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത് നിങ്ങൾ, അങ്ങനെയൊക്കെ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ ഏതോ തീർത്ഥ സ്ഥലത്തിൽ, അതായത് എവിടെയെങ്കിലും പുണ്യമായ സ്ഥലത്ത് പോവാൻ പ്ലാൻ ചെയ്യുന്നു, തീർത്ഥാടനം പോവാൻ പ്ലാൻ ചെയ്യുന്നു എന്നാണ്. അല്ല എങ്കിൽ ചില ആൾക്കാരുടെ പേഴ്സൺ അവിടെ നിൽക്കുകയാണ്, തീർത്ഥാടനം പോയിക്കുകയാണ്. ചില ആൾക്കാരുടെ പേഴ്സൺ പോവാൻ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഒന്നുകിൽ ഇവരുടെ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എന്തായാലും ഈ രീതിയിലുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ തരുന്നതാണ്. ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ചതായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയുന്നതായിട്ട്, അവർ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു അത്ഭുതം പോലെ തോന്നത്തില്ല. ആ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഒന്നുകിൽ ഏതെങ്കിലും ഡ്രീംസ് മുഖേന, അല്ല എങ്കിൽ ഏതെങ്കിലും ഗൈഡൻസ് ഇവർക്ക് കിട്ടുന്നുണ്ടായിരിക്കാം, ഇല്ല എങ്കിൽ എന്തെങ്കിലും ഇവർക്ക് അകക്കണ്ണിൽ കാണാൻ സാധിക്കുന്നുണ്ടാകാം. അങ്ങനെയൊക്കെ ചില ആൾക്കാരുടെ പേഴ്സണിന്റെ മൂഡ് ഇന്നത്തെ ദിവസം വളരെ മോശമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 100-ൽ 20% ആൾക്കാരുടെയും മൂഡ് വളരെ മോശമായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവർക്ക് എന്തെങ്കിലും ബ്ലെയിം ആരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നതായിരിക്കാം, ഇല്ല എങ്കിൽ ഇവർ ആരെയെങ്കിലും ബ്ലെയിം ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ ഇന്നത്തെ ദിവസം ഇവർക്ക് ആരുടെയെങ്കിലും കൂടെ വഴക്കിടേണ്ട അവസ്ഥ വരും, വാദവിവാദങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫൈറ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് രണ്ടുപേർ തമ്മിൽ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് നിങ്ങൾക്കായിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ റെസൊനേറ്റ് ആയത് അത് മാത്രം എടുക്കുക, ബാക്കി കളയുക. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.